Good morning. Today we are going to discuss about consistency, which is our second property of a good estimator. Consistency. A sequence of estimator Tn equal to Tn of x1, x2, etc. xn is said to be a consistent for a parameter theta if for every epsilon greater than 0, probability that modulus of Tn minus theta less than epsilon tends to 1 as n tends to infinity. എന്താണ് പറയുന്നത്? ഒരു സീക്വൻസ് ഓഫ് എസ്റ്റിമേറ്റർ ടി എൻ കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്തിന് കൺസിസ്റ്റൻ്റ് ആണ്? ഫോർ ദ പാരാമീറ്റർ തീറ്റ ഇഫ് probability that Tn minus theta modulus value of Tn minus theta is less than epsilon tends to 1 as n tends to infinity. എന്താണ് പറയുന്നത്? n ലാർജ് ആവുന്നതിനനുസരിച്ച് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക് ടി എന്ന് പറയുന്നത് പാരാമീറ്ററായ തീറ്റയ്ക്ക് ഈക്വൽ ആവും. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ടെൻസ് ടു 1 ആണെന്ന്, അത്രയും ഹൈ ആണെന്ന്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം: പ്രോബബിലിറ്റി ഓഫ് ടി എൻ മൈനസ് തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സലോൺ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ലെറ്റ് x1, x2, etc. xn be a random sample from normal population with mean mu and variance sigma square, where sigma square is known. Consider the estimator x bar, xn bar, which is equals to 1 by n summation I equals to 1 to n xn xi. We have to show that x bar is consistent for mu. We have to show that xn bar is consistent for mu. ക്വസ്റ്റ്യൻ എന്താ തന്നത്? x1, x2, etc. x എന്ന് പറയുന്നത് ഒരു റാൻഡം സാമ്പിൾസ് ആണ് ഫ്രം ദി നോർമൽ പോപ്പുലേഷൻ with mean mu and variance sigma square, where the sigma square is known. Now let's consider a statistic xn bar, which is equal to 1 by n summation I equals to 1 to n xi, and we have to show that xn bar is consistent for mu. നമുക്ക് സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ കൺസിസ്റ്റൻസിൻ്റെ കണ്ടീഷൻ എന്താ? പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? എക്സ് എൻ ബാർ മൈനസ് തീറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ. ഇവിടുത്തെ പാരാമീറ്റർ എന്താണ്? മ്യൂ. അപ്പോൾ മ്യൂ ലെസ് ദാൻ എപ്സിലോൺ. ഇത് ടെൻസ് ടു 1 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ എപ്സിലോൺ ഉള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ദാറ്റ് xn bar modulus of xn bar minus mu divided by sigma by root n less than epsilon. Okay, sorry, epsilon എഴുതുമ്പോൾ root n by sigma ഇങ്ങനെ എഴുതണം. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമായി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ആഡ് ചെയ്തത് വെച്ചാൽ അത് നമ്മൾ ഈ സൈഡിലും ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് റൂട്ട് n ബൈ സിഗ്മ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ z ഈക്വൽസ് ടു എക്സ് എൻ ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n. അപ്പോൾ ഇതൊന്നും നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് ഓഫ് z less than epsilon root n by sigma. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം?
probability that minus epsilon root 10 by sigma less than z less than epsilon root 10 by sigma, okay, which is equal to probability that minus infinity less than z less than infinity. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? ടോട്ടൽ പ്രോബബിലിറ്റി ആണ്. ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽസ് ടു 1, ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം നമ്മൾ പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് ആൻഡ് മൈനസ് മ്യൂ ലെസ് ദാൻ എപ്സലോൺ എഴുതി. ഇത് ഏതിൽ നിന്നാണ് കിട്ടിയ? കൺസിസ്റ്റൻസീൻ്റെ ഡെഫിനിഷനിലുള്ളതാണ്. പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് ഓഫ് ടി എൻ മൈനസ് തീറ്റ ലെസ് ദാൻ എപ്സലോൺ ടെൻസ് ടു 1 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ കണ്ടീഷനാണ് നമ്മളിവിടെ എഴുതിയ പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ എപ്സലോൺ. അപ്പോൾ ഈ എക്സ് എൻ ബാർ മൈനസ് മ്യൂ എന്നുള്ളത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ചെയ്തത്. അപ്പോൾ ഈ സൈഡിൽ നമ്മളൊരു സാധനം ആഡ് ചെയ്താൽ അതേപോലെ തന്നെ ഈ സൈഡിലും ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് എപ്സലോൺ റൂട്ട് എൻ ബൈ സിഗ്മ എന്ന് ആഡ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്ത്? ഈ ഒരു ടേം എന്ന് പറയുന്നത് z ആണ്. ഇത് ഫോളോ ചെയ്യുന്നത് എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 0,1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് ഓഫ് z ലെസ് ദാൻ ഇപ്സലോൺ ഇൻറ്റു റൂട്ട് എൻ ബൈ സിഗ്മ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. മോഡുലസ് വാല്യൂ പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈനസ് എപ്സലോൺ ഇൻറ്റു റൂട്ട് എൻ ബൈ സിഗ്മ ലെസ് ദാൻ z ലെസ് ദാൻ എപ്സലോൺ ഇൻറ്റു റൂട്ട് എൻ ബൈ സിഗ്മ ചെയ്ത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ദാറ്റ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ z ലെസ് ദാൻ ഇൻഫിനിറ്റി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈക്വൽസ് ടു 1 ആയി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ എപ്സലോൺ ഈക്വൽസ് ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. നെക്സ്റ്റ് നമുക്ക് കൺസിസ്റ്റൻസിൻ്റെ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് നോക്കാം. Conditions for consistency. Sufficient conditions for consistency. അതിന് ബേസ് ചെയ്തിട്ട് ഒരു തിയറം നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഒരു സീക്വൻസ് ഓഫ് എസ്റ്റിമേറ്റർ ടി എന്ന് പറയുന്നത് പാരാമീറ്റർ തീറ്റക്ക് കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ ഉള്ള കണ്ടീഷനായിരുന്നു നേരത്തെ പറഞ്ഞത്. ഇനി കൺസിസ്റ്റൻ്റ് ആവാനുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള 2 കണ്ടീഷൻസാണ് നമ്മൾ ഈ തിയറത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തിയറം എന്താണ്? ഇഫ് ടി എൻ ഇസ് എ സീക്വൻസ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് എ പാരാമീറ്റർ തീറ്റ satisfying first condition, expectation of Tn tends to theta as n tends to infinity, and the second condition is variance of Tn tends to 0 as n tends to infinity. Then Tn is said to be consistent for mu. എന്താണ് പറയുന്നത്? ഒരു സീക്വൻസ് ഓഫ് എസ്റ്റിമേറ്റർ ടി എന്ന് പറയുന്നത് പാരാമീറ്റർ തീറ്റക്ക് കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് തീറ്റയാവണം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ആൻഡ് വേരിയൻസ് ഓഫ് ടി എൻ എന്ന് പറയുന്നത് 0 ആവണം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ പ്രോബ്ലം കിട്ടിയാൽ ജസ്റ്റ് അത് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് യുവർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് പാരാമീറ്ററിന് ഈക്വൽ ആണോ എന്ന് നോക്കണം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അതേപോലെ തന്നെ വേരിയൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് 0 ആവുന്നുണ്ടോ എന്ന് നോക്കണം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം.
നമ്മളെ പ്രോബ്ലം എന്താണ്? ഇൻ എ റാൻഡം സാമ്പിൾ x1 x2 etc. xn is from normal population mu, sigma square, where sigma square is known. Then xn bar equals to 1 by n summation from I equals to 1 to n xi is consistent for mu. ഇതെങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാനാണ് നോക്കുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് കണ്ടീഷൻസ് ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എൻ അതിൻ്റെ പാരാമീറ്റർ ആവണം, അതേപോലെ വേരിയൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് 0 ആവണം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ഈ എക്സ് ഐസ് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് പാരാമീറ്റർ മ്യൂ, സിഗ്മ സ്ക്വയർ. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞത് എക്സ് എൻ ബാർ ഇസ് കൺസിസ്റ്റൻറ്റ് ഫോർ മ്യൂ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്താക്കുക? എക്സ് എൻ ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ മ്യൂ, സിഗ്മ സ്ക്വയർ ബൈ എൻ. ഓക്കെ, ക്ലിയർ അല്ലേ? എക്സ് ഐ ഫോളോ ചെയ്യുന്നത് നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ ആണെങ്കിൽ എക്സ് എൻ ബാർ ഫോളോ ചെയ്യുക നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ എൻ. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ കാണാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ ബാർ ഈക്വൽസ് ടു മ്യൂ ആൻഡ് വേരിയൻസ് ഓഫ് മ്യൂ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെന്താ? വേരിയൻസ് ഓഫ് എക്സ് എൻ ബാർ ഈക്വൽസ് ടു സിഗ്മ സ്ക്വയർ ബൈ എൻ. ഓക്കെ, അപ്പോൾ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്താ സംഭവിക്കുക? ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് എക്സ് എൻ ബാർ ഈക്വൽസ് ടു 0. വേരിയൻസ് ഓഫ് എക്സ് എൻ ബാർ ഈക്വൽസ് ടു 0. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഫസ്റ്റും സെക്കൻഡും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതെന്താ ഇംപ്ലൈ ചെയ്യുന്നത്? എക്സ് എൻ ബാർ കൺസിസ്റ്റൻറ്റ് ഫോർ മ്യൂ, ഹെൻസ് പ്രൂവ്ഡ്. എന്താ അപ്പോൾ നമ്മൾ ചെയ്തത്? എക്സ് ഐ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞേ. അപ്പോൾ എക്സ് എൻ ബാർ ഫോളോ ചെയ്യുക നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ എൻ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ ബാർ എന്ന് പറയുന്നത് മ്യൂ ആണ്. ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മ്യൂ തന്നെയാണ്. വേരിയൻസ് ഓഫ് എക്സ് എൻ ബാർ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ബൈ എൻ ആണ്. അപ്പോൾ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്താ വരിക? സിഗ്മ സ്ക്വയർ ബൈ ഇൻഫിനിറ്റി ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽസ് ടു 0. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് xn bar tends to its parameter, and second condition variance of xn bar tends to 0 as n tends to infinity. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. പ്രോബ്ലം ചെയ്യാം. Let x1 x2 etc. xn be a random sample from normal distribution with mean mu and variance sigma square. We have to show that sample variance s square is consistent for sigma square. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. സൊല്യൂഷൻ. നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സൊല്യൂഷൻ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എസ് സ്ക്വയർ എന്നുള്ളത് സിഗ്മ സ്ക്വയറിന് കൺസിസ്റ്റൻ്റ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത രണ്ട് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ എന്താ വരിക? എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ഈക്വൽ ടു n-1 ബൈ n സിഗ്മ സ്ക്വയർ. ഇതെന്തുകൊണ്ട് അങ്ങനെ വന്നതെന്നറിയോ? ഇതെന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിരുന്നു എസ് സ്ക്വയർ എന്നുള്ളത് സിഗ്മ സ്ക്വയറിന് അൺബയാസ്ഡ് അല്ലാന്ന്. അപ്പോൾ അൺബയാസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ഉള്ളത് നമുക്ക് കിട്ടും n-1 ബൈ n സിഗ്മ സ്ക്വയർ ആണെന്ന്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ n സിഗ്മ സ്ക്വയറിന് എഴുതാം. അപ്പോൾ as n tends to infinity expectation of s square ഉള്ളത് സിഗ്മ സ്ക്വയർ ആവും. വേരിയൻസ് എന്താവും? വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ എന്നുള്ളത്
2 times n minus 1 by n square sigma raised to 4 ആണ്. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ എന്നുള്ളത് 2 times n minus 1 by n square into sigma raised to 4. അപ്പോൾ ആസ് n tends to infinity എന്താ സംഭവിക്കുക? ആസ് n tends to infinity വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ tends to 0. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എസ് സ്ക്വയർ ഇസ് കൺസിസ്റ്റൻറ്റ് ഫോർ സിഗ്മ സ്ക്വയർ. ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം എസ് സ്ക്വയർ, എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ എന്താണെന്ന് എഴുതി. n tends to infinity ആകുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ എന്നുള്ളത് അതിൻ്റെ പാരാമീറ്റർ തന്നെ ആയി. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത്. സെക്കൻഡ് നമ്മൾ വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ എന്താണെന്ന് എഴുതി. അത് n tends to infinity വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ എന്നുള്ളത് 0ലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ എസ് സ്ക്വയർ സിഗ്മ സ്ക്വയറിന് കൺസിസ്റ്റൻ്റ് ആണെന്ന് കിട്ടി.